മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അംഗമായ റോക്സിനി പെരസ് എന്ന് പറയുന്ന മുൻ വുമൻസ് ടാഗ് ടീം ചാമ്പ്യനെ സംബന്ധിച്ചാണ്. ടിക്ടോക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ റോക്സിനി പെരസ് നിലവിലൊരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. അതിൽ കഴിഞ്ഞ റോ എപ്പിസോഡിൽ റോക്സിനി പെരസ് അപ്പിയറൻസ് നടത്താതിരുന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു കാരണം റോക്സിനി പെരസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോക്സിനി പെരസ് പറയുന്നത് ചെറിയൊരു മൈനർ സർജറിക്ക് താരം വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മൈനർ സർജറി നടത്തിയിരിക്കുന്നത് റോക്സിനി പെരസിൻ്റെ പിറകുവശം ബാക്കിലാണെന്നുള്ളതും റോക്സിനി പെരസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പിറകിലെ ഈ ഒരു വേദന കാരണം വലിയ ബുദ്ധിമുട്ട് താരം അനുഭവിക്കുന്നുണ്ടെന്നും ഇപ്പോൾ അതിനൊരു സർജറി ചെയ്യാനുള്ള ഒരു അവസരം വന്നപ്പോൾ സർജറിക്ക് വിധേയനാകേണ്ടി വന്നു എന്നുള്ളതും റോക്സിനി പെരസ് വെളിപ്പെടുത്തി. ഈ ഒരു വേദന വെച്ച് തനിക്ക് ഇനി റിങ്ങിലേക്ക് കയറി മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും അതുകൊണ്ടാണ് മൈനർ സർജറിക്ക് ഇപ്പോൾ തന്നെ വിധേയമായത് എന്നുള്ളതും റോക്സിനി പെരസ് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റിങ്ങിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടി ആരാധകരോട് പങ്കുവച്ചിട്ടാണ് ആ ഒരു ടിക്ടോക്ക് വീഡിയോ റോക്സിനി പെരസ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വലിയ കാലമൊന്നും റോക്സിനി പെരസിന് മാറി നിൽക്കേണ്ടി വരില്ല. മൈനർ സർജറിയാണ്. അപ്പോൾ പെട്ടെന്നുള്ളൊരു റിട്ടേൺ തന്നെ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാറായ വുമൻസിൻ്റെ മുൻ ചാമ്പ്യനൊക്കെ ആയിരുന്ന ബിയാങ്ക ബെലേറിനെ സംബന്ധിച്ചാണ്. ബിയാങ്ക ബെലേറിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നമുക്കത് കാണാൻ സാധിച്ചില്ല. ബിയാങ്ക ബെലേറിൻ്റെ ഇഞ്ചുറിയൊക്കെ മാറി താരം ഫുൾ റിക്കവറായി താരം റിങ്ങിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചതാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ബിയാങ്ക ബെലേർ തന്നെ പങ്കുവെക്കുന്നത് ആ താരത്തിൻ്റെ ഇഞ്ചുറി പൂർണ്ണമായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ കൈക്ക് ഒരു സർജറിക്ക് കൂടി വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ബിയാങ്ക ബെലേർ തന്നെ ഔദ്യോഗികമായി ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ സ്റ്റോറികളൊക്കെ പങ്കുവെക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൂടെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ബിയാങ്ക ബെലേർ നൽകുകയുണ്ടായി. സർജറിയൊക്കെ കഴിഞ്ഞു, ഇനി കുറച്ച് റിക്കവറി പീരീഡാണ്. ആ റിക്കവറി പീരീഡ് പെട്ടെന്ന് കഴിയുമെന്നും തനിക്ക് പെട്ടെന്ന് തന്നെ റിങ്ങിലേക്ക് കയറാൻ സാധിക്കുമെന്നുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റാണ് ബിയാങ്ക ബെലേർ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ വിരലുകൾക്ക് സംഭവിച്ച പരിക്കായിരുന്നു, തുടർന്ന് വന്ന സർജറി ആയിരുന്നു ബിയാങ്ക ബെലേറിൻ്റെ ഈ ഒരു നീണ്ട ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം. ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ബിയാങ്ക ബെലേറിൻ്റെ ഒരു റിട്ടേണിൻ്റെ റൂമേഴ്സ് ഉണ്ടെങ്കിൽ പോലും പിന്നെയും സർജറിക്ക് വിധേയനാകേണ്ടി വന്നത് താരത്തെ പിന്നെയും കുറച്ച് നാളുകൾ മാറ്റി നിർത്തുമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർത്തകളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. റെസ്ൽമേനിയ കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഏതെങ്കിലും ഒരു വീക്ക്ലി എപ്പിസോഡിൽ ബിയാങ്ക ബെലേറിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ലോകത്തിലെ ഏറ്റവും പ്രശസ്ത ഗായകന്മാരിൽ ഒരാളായ ബാഡ് ബണ്ണിയുടെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സിനെ സംബന്ധിച്ചാണ്. രണ്ട് വാർത്തകളാണ് ഒന്ന് പങ്കുവെക്കാനുള്ളത്. അതിൽ ഒന്ന് റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്നത് ബാഡ് ബണ്ണിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ബാഡ് ബണ്ണിയുടെ മാനേജർ അവരുടെ സംഘത്തോട് WWE മാനേജ്മെൻറ്റ് സംസാരിച്ചിട്ടുണ്ട്. റസൽമേനിയ 42 ബാഡ് ബണ്ണിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റിട്ടേണിൻ്റെ വക്കിലേക്ക് ബാഡ് ബണ്ണിയെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് റെസ്ലിംഗ് വേർഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ റെസ്ലിംഗ് ഒബ്സർവറുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ ബാഡ് ബണ്ണിയെ റെസ്ൽമേനിയ 42 എത്തിക്കുന്നത് ഒരു ടാഗ് ടീം മത്സരത്തിന് വേണ്ടിയിട്ടായിരിക്കുമെന്നാണ്. ടാഗ് ടീം മത്സരത്തിൽ ആരാണ് ബാഡ് ബണ്ണിയുടെ പാർട്ണർ എന്നൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ബാഡ് ബണ്ണിയുടെ ടാഗ് ടീം മത്സരത്തിലെ എതിരാളികളിൽ ഒരാൾ ലോഗൻ പോൾ ആയിരിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റും അവർ പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഇമ്പൾസീവ് എന്ന് പറയുന്ന ലോഗൻ പോളിൻ്റെ പോഡ്കാസ്റ്റിൽ ലോഗൻ പോൾ വെളിപ്പെടുത്തുന്നത് അനുസരിച്ചാണെങ്കിൽ ലോഗൻ പോൾ വേഴ്സസ് ബാഡ് ബണ്ണി തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതും അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നത് റെസ്ൽമേനിയ 42 ബാഡ് ബണ്ണി എന്ന് പറയുന്ന സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാർ ആ റെസ്ലറുടെ ഒരു മത്സരം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ടാഗ് ടീം മത്സരങ്ങളിലേക്കാണ് കൊണ്ടുപോകാൻ സാധ്യത. കാരണം ബാഡ് ബണ്ണി 2-3 മത്സരങ്ങൾ മാത്രമാണ് WWE വേണ്ടിയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ, ഒരു വലിയ ഗ്യാപ്പ് എടുത്തുള്ള ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ അതൊരു സിംഗിൾസ് മാച്ച് നൽകുന്നതിനേക്കാൾ ബെറ്റർ താരത്തിൻ്റെ ഹെൽത്തും മറ്റും നോക്കുകയാണെങ്കിൽ അത് ടാഗ് ടീം മത്സരത്തിന് തന്നെയാണ് സാധ്യത കൂടുതൽ. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി നമുക്ക് ഈ റെസ്ൽമേനിയ 42 പ്രതീക്ഷിക്കാമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ആഴ്ചകളിൽ ആ സ്റ്റോറി ആരംഭം കുറിക്കുന്നതായിട്ടും ബാഡ് ബണ്ണിയുടെ ഒരു റിട്ടേണും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. നാലാമത്തെ അപ്ഡേറ്റ് AEWൻ്റെ ഈ ഞായറാഴ്ച കഴിഞ്ഞ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്ന സ്പെഷ്യൽ കൊളീഷൻ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള വലിയ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത പുറത്തേക്ക് വരികയുണ്ടായി. 5,30,000-ലധികം വ്യൂവേഴ്സ് ഈ ഒരു ഷോയ്ക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കൊളീഷൻ എന്ന് പറയുന്ന
ഞായറാഴ്ച എയർ ചെയ്യുന്ന വീക്ക്ലി എപ്പിസോഡിന് കുറേയധികം നാളുകൾക്ക് ശേഷം ലഭിക്കുന്ന ഒരു വമ്പൻ റേറ്റിംഗ് തന്നെയാണ്. ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് കൊളീഷൻ എന്ന വീക്ക്ലി എപ്പിസോഡായിട്ട് നടത്തിയതല്ല. ഗ്രാൻഡ് സ്ലാം ടോപ്പ് സൂപ്പർ സ്റ്റാർസും ടോപ്പ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് നടത്തിയ ഒരു ലൈവ് ഇവൻ്റാണ്. അത് കൊളീഷൻ എയർ ചെയ്യുന്ന സമയത്ത് അവർ എയർ ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് പോലും അവർക്ക് 5,30,000-ഓളം വ്യൂവേഴ്സ് ലഭിച്ചു എന്ന് പറയുമ്പോൾ AEW പ്രൊഡക്റ്റ് കാണാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. നിങ്ങളിൽ എത്ര കൂട്ടുകാർ AEW ഷോസ് ഇപ്പോൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ് ജോൺസന എന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് നടന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. വലിയൊരു റെക്കോർഡാണ് SNME എന്ന് പറയുന്ന ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടന്ന ഡിസംബറിലെ ഇവൻറ്റിനെ സ്വന്തമാക്കാൻ സാധിച്ചത്. ഒരു എറീനയ്ക്കുള്ളിൽ WWE സംഘടിപ്പിക്കുന്ന ഒരു ഇവൻറ്റിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ടിക്കറ്റ് സെയിൽസിലൂടെയുള്ള ഒരു വരുമാനമാണ് ആ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടന്ന ഒരു ഫൈനൽ മാച്ച് നടന്ന ആ ഒരു ഇവൻറ്റിന് സ്വന്തമാക്കാൻ സാധിച്ചത്. അതായത് $6.5 മില്യൺ ഒരു ടിക്കറ്റ് സെയിൽസിലൂടെ മാത്രമുള്ളൊരു വരുമാനമാണ് ജോൺസണയുടെ ആ ഒരു ഇവൻറ്റിൽ ലഭിച്ചത്. അത് ജോൺസണയ്ക്ക് മാത്രം അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് 2025 തന്നെ നടന്ന മറ്റൊരു ഇവൻ്റാണ്. അത് നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട റോ എപ്പിസോഡ് നടന്ന ഇവൻറ്റ്. അതിന് $4.8 മില്യൺ ഒരു ടിക്കറ്റ് സെയിൽസ് വരുമാനമാണ് ലഭിച്ചത്. അതിനേക്കാൾ 1 മില്യണിൽ അധികം വരുമാനം ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടന്ന 17,000-ലധികം കാണികൾ വന്ന ഇവൻറ്റിന് ലഭിച്ചു. അപ്പോൾ ഒരു എറീനയ്ക്കുള്ളിൽ WWE സംഘടിപ്പിച്ച ഒരു ഇവൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ടിക്കറ്റ് സെയിൽസ് വരുമാനമാണ് ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടന്ന ഇവൻറ്റിന് സ്വന്തമാക്കാൻ സാധിച്ചത്. ജോൺസന എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജോൺസന എന്ന് പറയുന്ന താരത്തെ കൊണ്ട് അവർക്ക് ബിസിനസ് പരമായിട്ട് നേടിയെടുക്കാവുന്നതിൻ്റെ പരമാവധി ഊറ്റിക്കൊണ്ടാണ് ജോൺസണയുടെ റിട്ടയർമെൻറ്റിലേക്ക് അവർ കൊണ്ടുപോയത്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് കൂടി. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ജോൺസന ഇക്കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു അപ്ഡേറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു അപ്ഡേറ്റ്, ക്രൗൺ ജുവൽ എന്ന് പറയുന്ന ഇവൻറ്റ് 2025 ക്രൗൺ ജുവൽ എന്ന് പറയുന്ന ഇവൻറ്റ് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടത്തിയത്. ആ ഓസ്ട്രേലിയയിൽ വെച്ച് നടത്തിയ ക്രൗൺ ജുവൽ ഇവൻറ്റിന് ജോൺസണയുടെ എതിരാളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് AJ സ്റ്റൈൽസ് ആയിരുന്നു. അപ്പോൾ AJ സ്റ്റൈൽസിനായിട്ടുള്ള ഒരു മത്സരം WWE അനൗൺസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതിൻ്റെ ഒരു പ്രൊമോഷൻസും അതിൻ്റെ ഒരു ബിൽഡപ്പും ആരംഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. ജോൺസനെ പോലും ഈ ഒരു മത്സരം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്ക്ലി എപ്പിസോഡ്സിലൊന്നും അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥ പ്ലാൻ ജോൺസന ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, യഥാർത്ഥ പ്ലാൻ ഡ്രൂ മാക്കിൻ്റെയറുമായിട്ടുള്ള ഒരു മത്സരത്തിനായിരുന്നു അവർ തയ്യാറാക്കിയത്. പക്ഷേ ആരാധകരുടെ നിർബന്ധം, അതായത് ക്രൗൺ ജുവലിന് മുൻപ് ക്രൗൺ ജുവലിലേക്ക് വരെ ഈ ഒരു ഡ്രൂ മാക്കിൻ്റെയറുമായിട്ട് ജോൺസണയുടെ ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം AJ സ്റ്റൈൽസുമായിട്ടുള്ള ഒരു മാച്ച് ജോൺസണയുടെയായി നടന്നാലോ എന്നുള്ളതിന് കുറേയധികം ആളുകളുടെ ഒരു പിന്തുണ ലഭിക്കുന്നതായിട്ട് ക്രിയേറ്റീവ് ടീം കണ്ടു. അതുകൊണ്ടാണ് AJ സ്റ്റൈൽസിനെതിരെയുള്ള ഒരു മത്സരം കൊണ്ടുവന്നത്. യഥാർത്ഥ പ്ലാൻ ഡ്രൂ മാക്കിൻ്റെയറിനെതിരെയുള്ള മത്സരമായിരുന്നുവെന്നും ആരാധകരുടെ സോഷ്യൽ മീഡിയയിലെ റിയാക്ഷൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് അത് AJ സ്റ്റൈൽസുമായിട്ടുള്ള മത്സരമാക്കിയിട്ട് പരിണമിച്ചത് എന്നും അതിലൂടെ മികച്ചൊരു മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാച്ചാക്കിയിട്ട് അത് അവർ മൊത്തത്തിൽ ആരാധകർക്ക് വേണ്ടി ചെയ്തൊരു മാച്ചായിരുന്നു എന്നുള്ളതും അത് വെൽ കൊറിയോഗ്രാഫ് ചെയ്ത് ആരാധകർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റായിട്ട് ജോൺസണെയും AJ സ്റ്റൈൽസും കൂടി കൊടുത്തതാണെന്നുള്ളതും സീന ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുകയുണ്ടായി. AJ സ്റ്റൈൽസുമായിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ച് നമുക്ക് തെറ്റോ അല്ലെങ്കിൽ അതിലൊരു നെഗറ്റീവോ പറയാനില്ല. ഡ്രൂ മാക്കിൻ്റെയറുമായിട്ടുള്ള ഒരു മത്സരം കൂടി നടക്കേണ്ടതായിരുന്നു. പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു മത്സരം നടന്നില്ല എന്നുള്ളതാണ് ജോൺസന പങ്കുവെക്കുന്നത്. ആറാമത്തെ ഒരു അപ്ഡേറ്റ് റസൽമീനിയ 41 സംബന്ധിച്ചാണ്. അതായത് 2025 റസൽമീനിയ 41 സംബന്ധിച്ച് നിങ്ങളിൽ പല കൂട്ടുകാരും ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാകും. റസൽമീനിയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ടിക്കറ്റ് സെയിൽസ് വരുമാനം ലഭിച്ച ഒരു ഇവൻറ്റ്, ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിച്ച ഒരു ഇവൻ്റ് ആയിരുന്നു റസൽമീനിയ 41. $66 മില്യൺ ഒരു വരുമാനമാണ് റസൽമീനിയ 41 ലഭിച്ചത് എന്നുള്ളൊരു അപ്ഡേറ്റാണ് 2 ദിവസം മുൻപ് പുറത്തേക്ക് വന്നത്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. അതായത് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും $33 മില്യൺ ഈ ഒരു വരുമാനം അവർക്ക് ഈ റസൽമീനിയ 41 എന്ന് പറയുന്ന 2 ദിവസം നടന്ന ഷോയിലൂടെ ലഭിച്ചു. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് റസൽമീനിയ 41 നടന്ന അതേ ഒരു സ്ഥലത്ത് വെച്ച് റസൽമീനിയ 42 2026 ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഇവൻറ്റ് പിന്നെയും അനൗൺസ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു വലിയ വരുമാനം തന്നെയാണ്. അതായത് $66 മില്യൺ ഒരൊറ്റ ഇവൻറ്റ് 2 ദിവസം കൊണ്ട് നടത്തിയ ഒരൊറ്റ ഇവൻറ്റിൽ ലഭിക്കുമ്പോൾ അത് അടുത്ത വർഷം കൂടി നടത്താൻ കമ്പനിയെ അവർ
പിന്നെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയും വരുമാനം ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ സാധിച്ചാൽ തന്നെ അത് വലിയൊരു ബിസിനസ് പ്രോഫിറ്റാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ലാഭം ഉണ്ടാക്കാൻ സാധിച്ച ഒരു ഇവൻ്റാണ് റസൽമേനിയ 41. അതിനെ കടത്തിവെട്ടാനാണ് റസൽമേനിയ 42 അവർ ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ റസൽമേനിയ 41 പോലെ ടിക്കറ്റ് അത്ര പെട്ടെന്ന് വിറ്റഴിക്കാൻ സാധിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ ട്രിപ്പിൾ അണിയിച്ചൊരുക്കുന്നുണ്ട് എന്നുള്ളൊരു റൂമേഴ്സും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ആഴ്ചകൾ റസൽമേനിയ മാച്ച് കാർഡിനോടനുബന്ധിച്ച് വലിയ ട്വിസ്റ്റുകളും ടേണുകളും പ്രതീക്ഷിക്കാവുന്ന ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. 8ാമത്തെ ഒരു അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നമ്മൾ കുറച്ചും കൂടി ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കും ഫിൻ ബാലറും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് CM പങ്ക് വിജയിച്ചതിന് ശേഷം ചിക്കാഗോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ വെച്ച് അദ്ദേഹം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നു. ഫിൻ ബാലർ ആണെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഫിൻ ബാലർ ഇനി CM പങ്കിൻ്റെ ജന്മനാട്ടിൽ വെച്ച് CM പങ്കിനെ അട്ടിമറിയിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയി റസൽമേനിയ 42 പദ്ധതികളെ തകിടം മറിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ഏറ്റവും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ Q&A എപ്പിസോഡിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നപ്പോൾ കൊടുത്തൊരു മറുപടി ഇങ്ങനെയാണ്: ഫിൻ ബാലർ CM പങ്കിനെ പരാജയപ്പെടുത്താൻ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ്. അതിനർത്ഥം ഫിൻ ബാലർ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാൻ പോകുന്നു എന്നുള്ളതിലല്ല. ഫിൻ ബാലർ CM പങ്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എലിമിനേഷൻ ചേംബറിൽ പുതിയ ചാമ്പ്യൻ ആയേക്കാം. എന്നാൽ റസൽമേനിയ 42 നടക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു വീക്ക്ലി എപ്പിസോഡിൽ റോ എപ്പിസോഡിൽ വെച്ചിട്ട് CM പങ്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഫിൻ ബാലറിൻ്റെ കൈവശത്ത് നിന്ന് വീണ്ടെടുത്ത് പിന്നീട് റോമൻ റിയൻസിനെതിരെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള മത്സരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയേക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ Q&A എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു റിപ്പോർട്ടറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ അദ്ദേഹം തമാശ രൂപേണ പറയാറില്ല. അപ്പോൾ ഫിൻ ബാലർ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാൻ സാധ്യതയുള്ള ഒരു എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻ്റാണ് മാർച്ച് 1 നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു റൂമർ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE ഏറ്റവും നൊസ്റ്റാൾജിയ സമ്മാനിച്ച ഒരു മത്സരങ്ങളിൽ ഒന്നാണ് കാസ്കറ്റ് മാച്ച് എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ ശവപ്പെട്ടി മത്സരം എന്ന് പറയും. എതിരാളിയായ ഒരു ശവപ്പെട്ടിയിലേക്ക് ഇട്ടുകൊണ്ട് ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ ആ മത്സരം അവസാനിക്കും. ഇതേ ഒരു കാസ്കറ്റ് മാച്ച് ഒരു ഗിറ്റാർ ടൈപ്പിലുള്ള ഒരു ശവപ്പെട്ടിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്നത്തെ TNA റെസ്ലിങ്ങിൻ്റെ വീക്ക്ലി എപ്പിസോഡിൽ നടക്കുകയുണ്ടായി. ഇതിൽ മത്സരിച്ച റെസ്ലേഴ്സിനെ ഒക്കെ നമുക്ക് വലിയ പരിചയമുള്ളതാണ്. ഒന്ന് മുസ്താഫ അലിയും രണ്ടാമത്തേത് എലൈസ് എന്ന് WWE അറിയപ്പെട്ടിരുന്ന എലൈജ എന്ന റിംഗ് നെയിമിൽ അറിയപ്പെടുന്ന റെസ്ലറാണ്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി അതിഗംഭീരമാണ്. ഇതിൽ ഗിറ്റാർ വെച്ചിട്ട് മുസ്താഫ അലി അവസാന നിമിഷം എലൈസ് കൊടുക്കുന്ന ഒരു ഷോട്ടുണ്ട്. തലക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അത് വലിയ കോറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു. മുസ്താഫ അലി എന്നിട്ട് ആ ഒരു കാസ്കറ്റിലേക്ക് ഇട്ടിട്ട് എലൈസ് മത്സരത്തിൽ വിജയിക്കുന്ന ഒരു റിസൾട്ടാണ് കാണാൻ സാധിച്ചത്. WWE ഒരു നൊസ്റ്റാൾജിയ ഒരു ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.